ബിഗ് ബോസ് മത്സരാർത്ഥി ജാസ്മിനെതിരെ മാത്രമല്ല ജാസ്മിന്റെ പിതാവിനെതിരെയും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും പതിവായിരുന്നു. ഇപ്പോഴിതാ തന്റെ വീട്ടുകാർക്ക് വന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ് ജാസ്മിൻ. സൈബർ ബുള്ളിയിങ് തന്നെക്കാൾ നേരിട്ടത് തന്റെ വീട്ടുകാരാണെന്നും തന്റെ ഉമ്മയും അത്തയും തന്നോട് പറഞ്ഞത് തങ്ങൾ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചുവെന്നാണെന്നും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോയെന്നും ഇപ്പോഴും വരുന്ന കമന്റുകൾ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ എന്നാണെന്നും ജാസ്മിൻ പറയുന്നു. പക്ഷെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. ബിഗ് ബോസിനകത്ത് പോയി പുറത്ത് നടക്കുന്നത് എന്തെന്നറിയാതെ 100 ദിവസം അവിടെയുള്ളവരുടെ പുച്ഛവും വെറുപ്പും പരിഹാസവും കിട്ടി പുറത്തു നിന്നും വരുന്നവരും നമ്മളെ പിച്ചു ചീന്തി അതിനു പുറമെ സോഷ്യൽ മീഡിയയും ഇതൊക്കെ താണ്ടിയാണ് വരുന്നതെന്നും താൻ അവിടെ നേരിടുന്നത് 18 മത്സരാർത്ഥികളെയാണ്, പക്ഷെ തന്റെ വീട്ടുകാർ നേരിട്ടത് ലക്ഷക്കണക്കിന് ആളുകളെയാണെന്നാണ് ജാസ്മിൻ പറയുന്നത്. എന്റെ ഉമ്മ പഞ്ചപാവം സ്ത്രീയാണ്, ഇതൊക്കെ നേരിടാനുള്ള കരുത്തൊന്നും അവർക്കില്ലെന്നും തന്റെ ഉമ്മ എങ്ങനെ ഇതൊക്കെ നേരിട്ടുവെന്നത് തനിക്ക് അറിയില്ല എന്നും ഈ പറയുന്ന വ്യക്തികൾ തന്റെ അത്തയെ പ്രഷർ ചെയ്യുകയായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു. റീലുകൾ അത്തയ്ക്ക് അയച്ചു കൊടുക്കുകയായിരുന്നുവെന്നും വൃത്തികെട്ട BGM ഒക്കെ കയറ്റിയിട്ടായിരുന്നുവെന്നും സത്യം പറഞ്ഞു കൊടുത്താലും ഇവർക്കൊന്നും മനസ്സിലാകില്ല, അവർ കാണുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ്, അതിന്റെ തുടക്കവും ഒടുക്കവും കണ്ടിട്ടുണ്ടാകില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട്. മാത്രമല്ല തന്റെ അത്ത ഒരുപാട് സ്ട്രഗിൾ ചെയ്തുവെന്നും ഒരു ഘട്ടം എത്തിയപ്പോൾ അത്ത പോയി ചാകട്ടെ എന്ന അവസ്ഥയിലായിരുന്നുവെന്നും അത്ത സഹികെട്ട് പലരെയും ചീത്ത വിളിച്ചു, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നുവെന്നും ജാസ്മിൻ വ്യക്തമാക്കി. ഒരു പരിധി കഴിയുമ്പോൾ കൈവിട്ടുപോകും, താനാണെങ്കിലും പറഞ്ഞു പോകുമെന്നും ഇതിനിടെ ഇവർ ചെന്നൈയിലെ സെറ്റിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും അത്രയും സൈബർ ബുള്ളിയിങ് നേരിട്ടുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. മോളെ വിറ്റ് കാശാക്കുന്നുവെന്നാണ് പലരും പറഞ്ഞതെന്നും എന്താണ് മോളെ വിറ്റ് കാശാക്കുന്നു എന്നത് പറയുന്നതെന്നും എന്താണ് ഇത്രയും വൃത്തികേടായി കണ്ടത് എന്താണെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടു, തന്റെ കുഞ്ഞ് അനിയന് പോലും അവർ വീഡിയോ അയച്ചു കൊടുക്കുമായിരുന്നു. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പയ്യൻ തന്റെ അനിയന് ഓരോ വീഡിയോ അയച്ചു കൊടുക്കുമായിരുന്നുവെന്നും തന്നെ സൈബർ ബുള്ളിങ് ചെയ്തതിനേക്കാൾ തന്നെ വിഷമിപ്പിച്ചത് വീട്ടുകാർ അനുഭവിച്ചത് ഓർത്താണെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. പലരും പറയുന്നത് കേട്ടു ഇവൾ വീട്ടുകാരെ പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന. താൻ ചിന്തിച്ചിട്ടില്ലെന്ന് അവർക്ക് എങ്ങനെ പറയാനാകുമെന്നും അവർ കണ്ടിട്ടല്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ, പക്ഷെ താൻ ചിന്തിച്ചിട്ടില്ലെന്ന് പറയരുതെന്നും ജാസ്മിൻ തുറന്നടിക്കുന്നു. അതേസമയം ബിഗ് ബോസിന്റെ തുടക്കം മുതൽ തന്നെ ജാസ്മിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടവരായിരുന്നു ജാസ്മിന്റെ വീട്ടുകാരും. വാപ്പയുടെ കോൾ വന്നത് മുതൽ ഫാമിലി വീക്കിലെ സമയവുമൊക്കെ ഏറെ വിമർശനങ്ങളാണ് ജാസ്മിന്റെ വാപ്പയടക്കം നേരിട്ടത്. പുറത്തു നടക്കുന്ന കാര്യങ്ങൾ സായി കൃഷ്ണയിലൂടെ ജാസ്മിനെ അറിയിച്ചതിലൂടെയും ജാസ്മിന്റെ വാപ്പ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ. സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമായിരുന്ന ജാസ്മിനെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 6 എത്തിയതോടെ ജാസ്മിൻ ഏറെ വിമർശിക്കപ്പെടുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.